ഇത് 2015 വരുന്ന എക്സെൻ്റ് ആണ്. SX വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. ഫുൾ ഷോറൂം സർവീസ്, പിന്നെ 0 ഓൺ രജിസ്ട്രേഷൻ ആണ്, സിംഗിൾ ഓൺഷിപ്പാണ്, ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇത് വന്നിട്ട് 2014-15 രജിസ്ട്രേഷനിൽ വരുന്ന വെഹിക്കിളാണ്. എറ്റിയോസ് ക്രോസിൽ G വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. വണ്ടി റേസ് 60,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് വെഹിക്കിൾ. ഫുള്ളി ഷോറൂം സർവീസ്, റീസെൻ്റ്ലി സർവീസ് കഴിഞ്ഞു, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2013 വെർണ പെട്രോളാണ്. SX വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. 1.6 പെട്രോളാണ്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, വെൽ മെയിൻറ്റൈൻ വെഹിക്കിൾ. 2011 ലാസ്റ്റിലെ ഡിസംബർ വെഹിക്കിളാണ്. 12 അടുപ്പിച്ചുള്ള വെഹിക്കിളാണ്. ZXi വേരിയൻറ്റിൽ വരുന്നതാണ്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. 2016 ഹോണ്ട സിറ്റി VX സൺറൂഫ് വേരിയൻറ്റ്. VX വേരിയൻ്റ് ആണ്. സൺറൂഫ് 4 ന്യൂ ടയേഴ്സാണ്, ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, ഫുൾ ഹിസ്റ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈഞ്ചക്കൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഈഞ്ചക്കൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നിരിക്കുന്നത്. RJM യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാസുകൾ കിട്ടുന്ന നല്ലൊരു ഷോപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും ഇവിടെ വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്കറിയാം. പിന്നെ വലിയ പാച്ച് വർക്കോ വലുതായിട്ടുള്ള ആക്സിഡൻറ്റ് കേസുകളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ വിപിൻ ബ്രോ നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ 1.5 മാസമായി ഇവിടെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരു ഇയർ എൻഡിങ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിക്കാനുള്ളത്? നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 3 ലക്ഷം തൊട്ട് 15 ലക്ഷത്തിന് മുകളിൽ വരെയുള്ള വെഹിക്കിൾസ് അവൈലബിൾ ആണ് നമ്മുടെ ഇപ്പോൾ. 3 ലക്ഷം തൊട്ടുള്ള വണ്ടികളെ ഇപ്പോൾ കിടപ്പുള്ള 3 എനിക്ക് തോന്നുന്നു ബീറ്റ് അവൈലബിൾ ആണ്. അത് ചെറിയ ബഡ്ജറ്റാണ്. ബഡ്ജറ്റാണ്. ഈ ചെറിയ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കിവിടെ അതും എക്സ്ചേഞ്ച് ചെയ്യുന്ന ചെറിയ വെഹിക്കിൾസ് ആണ് ഈ 1 ലക്ഷം 1.5 ലക്ഷം ബഡ്ജറ്റിൽ വരുന്നത്. നമ്മുടെ പർച്ചേസ് കാര്യങ്ങളൊന്നും നമ്മൾ 1.5 ബഡ്ജറ്റിലൊന്നും ചെയ്യാറില്ല, പൊതുവേ ഇല്ല. ഓക്കെ, അപ്പോൾ ചെറിയ വണ്ടികൾ വളരെ കുറവാണ് സാരം. കുറച്ച് കുറവാണ്. എനിക്കൊരു 3-4 വെഹിക്കിൾസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതൊക്കെ നോക്കാം. ഇത് 2022 ടൈഗോണാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾസാണ് വരുന്നത്. ടോപ്പ് ലൈൻ വേരിയൻറ്റിലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 38,000 കിലോമീറ്റർ മാത്രമേ വെഹിക്കിൾ റൺ ചെയ്തിട്ടുള്ളൂ. ജെനുവിൻ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഫസ്റ്റ് ടയേഴ്സാണിത്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ, 100% ജെനുവിൻ കിലോമീറ്റർ. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. അണ്ടർ വാറണ്ടി, ഷോറൂം വാറണ്ടിയാണ്, നമ്മുടെ വാറണ്ടി അല്ല, ഷോറൂം വാറണ്ടിന് അവൈലബിൾ ആണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇത് ഉള്ളതാണോ? ഏതാണ് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം? ഇംബിൾഡ് ആണ്. ഒന്നും അഡീഷണൽ ഫിറ്റ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. മൈലേജ് DSI 1 ലിറ്റർ ട്രാൻസ്മിഷനിൽ വരുന്നത്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് നമുക്കൊരു ഇതിനൊരു 11, 12 to 14 14 ടോപ്പ് വേരിയന്റ് മുകളിൽ കിട്ടും. പക്ഷേ അത് നമ്മൾ എല്ലാ റോഡിലും കിട്ടത്തില്ല. സിറ്റി ഡ്രൈവിലൊക്കെ ഒരു 11, 12 പ്രതീക്ഷ മതി. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് വേരിയന്റ്, ടോപ്പ് ലൈൻ. ഈ ബ്ലാക്ക് മേളിൽ ചെയ്തേക്കാണോ? അഡീഷണൽ ചെയ്തേക്കാം. എത്ര ചോദ്യം എത്രയാ? ഇത് വന്നിട്ട് 13,70,000. ഇത് ഇറങ്ങിയപ്പോൾ എന്താ വേണം വില? ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു 18, 19 ആ റേഞ്ച് വരും അല്ലേ? അതെ. ടയേഴ്സ് എല്ലാം ഫസ്റ്റ് ടയർ ആണെങ്കിൽ നല്ല ടയർ ഇടാം. ഫസ്റ്റ് ടയേഴ്സ് ആയാലും വേറെ ത്രെഡോ കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഓവറോൾ കാണാൻ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. 100%. എന്തുകൊണ്ടേ ഇറക്കാൻ പറ്റും? ഡൗൺ പേയ്മെൻ്റ് ആണോ? ഡൗൺ പേയ്മെൻറ്റ് ഒന്നും തന്നെ വേണമെന്നില്ല. 0 ഡൗൺ പേയ്മെൻറ്റ് തന്നെ ഇറക്കി ചെയ്യാൻ പറ്റും. ഇത് 2014 ലാസ്റ്റിൽ വരുന്നത്, 15 വരുന്നത് Audi A4 ആണ്. സിംഗിൾ ഓണർഷിപ്പിലെ ഡൽഹി രജിസ്ട്രേഷൻ നിൽക്കുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കേരളയിൽ നമ്മുടെ ആർക്കാണോ വേണ്ട അവരെ ആധാർ കാർഡ് തരുന്നതനുസരിച്ചിട്ട് അവരുടെ പേരിൽ NOC എടുത്ത് സെക്കൻഡ് ഓണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഈ വെഹിക്കിളിൻ്റെ. അത് നമുക്ക് ഡൽഹി, ഹരിയാന ഇവിടെ നിന്ന് എടുക്കുന്ന വെഹിക്കിൾസ് ആയാലും ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് നോർമലി കാണും. അത് റീപ്ലേസ് നോർമൽ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഗ്ലാസ് മാത്രമേ ചിപ്പിങ്ങിൻ്റെ പേരിൽ മാറുന്നതാണ്. ചെറിയ കല്ലടിച്ചോ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് മാറുന്നതാണ്. ഫുൾ അണ്ടർ വാറണ്ടി. നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെഹിക്കിളിന്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങളെ ഷോപ്പോ? നമ്മുടെ ഷോപ്പ് വാറണ്ടി, ഷോറൂം വാറണ്ടി അല്ല. നമുക്ക് 3 months വാറണ്ടി കൊടുക്കാം. എഞ്ചിൻ റേറ്റായിട്ടും ട്രാൻസ്മിഷൻ സൈഡും. ചോദ്യം എത്ര? ചോദ്യം വന്നിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ, അതായത് കേരള രജിസ്ട്രേഷൻ ചെയ്ത് ഏത് രജിസ്ട്രേഷൻ അതിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു 11.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 11.5. ഇത് ചോദിക്കാൻ പാടില്ല. എന്നാലും മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് പ്രീമിയം വെഹിക്കിൾസ്, ഇത്രയും വലിയൊരു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മൈലേജ് ഒട്ടും കിട്ടത്തില്ലെന്ന്. 20 പുറത്ത് കിട്ടും.
ഡീസൽ 22, 23, 24 മൈലേജ് ഡീസൽ വെഹിക്കിൾ. ഡീസൽ റീപ്ലേസ് ആയിട്ട് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് വിൻഷീൽഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ബോണറ്റോ കാര്യങ്ങളൊന്നും അഴിച്ചിറക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ കിലോമീറ്റർ എങ്ങനെയാണ്? ഇത് വന്നിട്ട് 78,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ, 100% ജെന്യൂൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വെഹിക്കിൾ. ഈ 11.5 എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്, പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് വന്നിട്ട് 2014-15 രജിസ്ട്രേഷനിൽ വരുന്ന വെഹിക്കിളാണ്. എറ്റിയോസ് ക്രോസിൽ G വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. വണ്ടി റേസ് 60,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് വെഹിക്കിൾ. ഫുള്ളി ഷോറൂം സർവീസ്, റീസെൻ്റ്ലി സർവീസ് കഴിഞ്ഞു, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 100% ജെന്യൂൻ വെഹിക്കിൾ. നമുക്ക് അണ്ടർ വാറണ്ടി ഒരു 3 months വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ജെന്യൂൻ കിലോമീറ്റർ 100% ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. ഒന്നുമില്ല. ടൊയാറ്റയുടെ വണ്ടി എന്ന് പറയുന്നത് സംഭവം ക്വാളിറ്റി ഉള്ള വണ്ടിയാണല്ലോ. അധികം അങ്ങ് പഴുത്ത പോലത്തെ ഡോറല്ല, കൊള്ളാം. അതേപോലെ കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. എത്രയാണ് ചോദിക്കുന്നത്? ഇത് വന്നിട്ട് ലാസ്റ്റ് വെരി ഫൈനൽ 3,90,000 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് വെരി ഫൈനൽ. ഇത് ഷവർലെ ബീറ്റാണ്. 2012 സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വെഹിക്കിൾ. നമ്മുടെ രജിസ്ട്രേഷൻ മാറ്റിയതാണ്. 2012 സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വെഹിക്കിൾ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് വെഹിക്കിൾ. നമുക്കൊരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കും. ഒരു 95 രൂപയ്ക്ക് കൊടുക്കാം ഈ വെഹിക്കിൾ. 95,000. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടച്ചപ്പ് റീപെയിൻറ്റ് കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും കാണിക്കും. ഓടിയ വണ്ടിയല്ലേ? ടയറൊക്കെ ആവറേജ് ടയേഴ്സ്, വെഹിക്കിൾ ഓക്കെയാണ്, തുരുമ്പ് അങ്ങനെയുള്ള അങ്ങനെ റെസ്റ്റ് ഒന്നുമില്ല. തുരുമ്പുള്ള ഒരു വെഹിക്കിൾ ഇവിടെ ഇല്ല. 90 രൂപ 95 95 90 രൂപയ്ക്ക് കൊടുക്കാം. 90 രൂപ എന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാൻ കുഴപ്പമില്ല. അതിന്നും താത്ത് കൊടുക്കാം. അധികം താത്ത് വേണമെങ്കിലും കൊടുക്കാൻ കുഴപ്പമില്ല. വേറെ അപാകതകളൊന്നും ഇല്ല, കംപ്ലൈൻറ്റ്സ് അങ്ങനൊന്നും ഇല്ലല്ലോ? എനിക്ക് ഒരു ഗ്യാരണ്ടി, അത് ഗ്യാരണ്ടി ആർക്കും പറയാൻ പറ്റില്ല, ഷവർലെ കമ്പനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. ഇതിന് നിലവിൽ എഞ്ചിൻ കംപ്ലൈന്റ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് വാറണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും കൊടുക്കത്തില്ല. ഇത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2013 വരുന്ന 98,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വെഹിക്കിൾ ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. കമ്പനി ഡീസലല്ല, പെട്രോൾ. VXI വേരിയന്റിൽ വരുന്ന ഫുള്ളി ഷോറൂം സർവീസ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ആയിട്ട് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, ബാക്ക് ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഒറ്റ ആക്സിഡൻറ്റിലൊന്ന് ആക്സിഡൻ്റ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സെയിം ആണ്. ബാക്കിൽ നിന്ന് വന്ന് ഇടിച്ചിട്ട് ഫ്രണ്ട് പോയി വേറൊരു വണ്ടിയിൽ ഇടിച്ചിട്ട് മാറിയേക്കുക. അങ്ങനെ അത് ജെനുവിനായിട്ട് നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തുണ്ട്. പക്ഷേ അത് മേജർ ആക്സിഡന്റ് അല്ല, ചെറിയ എന്തോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുന്നതാണ്. ചെറുതല്ല, ഡിക്കി മാറിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് നമുക്ക് വെരിഫൈഡിൽ 3,10,000 കൊടുക്കാം ലാസ്റ്റ് പ്രൈസ്. അതിൽ പിന്നെ ബാർഗനിങ് ഇല്ല? അപ്പോൾ അതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാം. ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്ന വണ്ടിയല്ലേ? അങ്ങനെ ആക്സിഡൻറ്റ് മേജർ അല്ല, മേജർ ആക്സിഡൻ്റ് ആയ വെഹിക്കിൾസ് ഒന്നും ഇവിടെ ഇല്ല. പഴയ വണ്ടി ആയതുകൊണ്ടും പിന്നെ ആക്സിഡൻ്റ് ജെനുവിനിറ്റി ഉണ്ട്, അതുകൊണ്ട്. ഇത് 2015 വരുന്ന എക്സെൻ്റ് ആണ്. SX വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. ഫുൾ ഷോറൂം സർവീസ്, പിന്നെ 0 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓൺഷിപ്പാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. പെട്രോൾ, ലോ കിലോമീറ്റർ. 28,000-30,000 കിലോമീറ്ററിനകത്ത് വേണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ ഷോറൂം സർവീസ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ക്ലിയർ. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,80,000. 3,80,000 എന്നുള്ളത് എത്ര വരെ കുറയാം? അതൊരു ഫൈനൽ റേറ്റാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ എന്തായാലും ഈ പ്രൈസിലില്ല. ഉറപ്പാണ്. സെഡാൻ ലോ കിലോമീറ്റർ, അഡ്വാൻറ്റേജ് അതാണ്. വെരി ലോ കിലോമീറ്റർ ആണ്, ഹൈ ക്വാളിറ്റി ആണ് വെഹിക്കിൾ. മൈലേജ് എന്താണ്? മൈലേജ് നമുക്കൊരു 12-13 പ്രതീക്ഷ മതി. അത്രയും മതി. പെട്രോൾ അല്ലേ? പെട്രോൾ. എത്ര ചോദിച്ചേ? 3,80,000 നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. 2011 ലാസ്റ്റിലെ ഡിസംബർ വെഹിക്കിളാണ്. 12 അടുപ്പിച്ചുള്ള വെഹിക്കിളാണ്. ZXI വേരിയൻറ്റിൽ വരുന്നതാണ്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുള്ളി ഷോറൂം സർവീസ്. 90,000 കിലോമീറ്റർ വെഹിക്കിൾ റൺ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, ക്ലീൻ ഹിസ്റ്ററി. ടച്ചപ്പ് ഉണ്ട്, പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ റീപ്ലേസ്മെൻറ്റ് ഇല്ല. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. 100% ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ട്. കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫുൾ ക്ലീൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഏറ്റവും ടോപ്പാണല്ലേ? എത്ര ചോദ്യം? നമുക്ക് വെരി ഫൈനൽ 2,90,000.
ഏത് വർഷം? അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, വെരി ഫൈനലാണ്. ഏത് വർഷമായിരുന്നു? 2011-12 വെഹിക്കിൾ. അപ്പോൾ ലോൺ കിട്ടും? ലോൺ അവൈലബിൾ ആണ്, പക്ഷേ ഇയർ കുറച്ചേ കിട്ടത്തുള്ളൂ. എത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു തുക? നമുക്ക് അറൗണ്ട് 2 ലക്ഷം 2 സംതിങ് വരെ കിട്ടും. 2016 ഹോണ്ട സിറ്റി VX സൺറൂഫ് വേരിയൻറ്റ്. VX വേരിയൻ്റ് ആണ്. സൺറൂഫ് 4 ന്യൂ ടയേഴ്സാണ്, ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, ഫുൾ ഹിസ്റ്ററി. നല്ല ടയേഴ്സാണ് അപ്പോൾ ഉണ്ടല്ലേ? 4 പുതിയ ടയേഴ്സ്, പുത്തൻ ടയേഴ്സ്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് അല്ല, ZX ആണ് വരുന്നത് ടോപ്പ്. ഇത് തൊട്ട് താഴെയുള്ള, പക്ഷേ സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. CVT ട്രാൻസ്മിഷനാണ്, പാരൽ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ടൈപ്പാണ്. വാറണ്ടി അവൈലബിൾ ആണ്, 6 months വാറണ്ടി ഉണ്ട്. അത് നിങ്ങളുടെ ഷോപ്പിൻ്റെ നമ്മുടെ ഷോറൂം വാറണ്ടി 6 months വാറണ്ടി. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? നമുക്കിത് വരുന്നത് 7,50,000. എന്തെങ്കിലും കുറയോ? ചെറിയ നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിൽ. ഇത് എങ്ങനെയാണ്, അതായത് മൈലേജ് ഒക്കെ എങ്ങനെ കിട്ടും? മൈലേജ് നമുക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം സെയിം ഇതാണ്, ഒരു 12. അല്ല പെട്രോൾ അല്ലേ? പെട്രോൾ CVT. ഇത് ടാറ്റ അൾട്രോസ് ആണ്, 2022 വെഹിക്കിളാണ്. XT വേരിയൻ്റ് വരുന്ന വെഹിക്കിളാണ്, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോളിൽ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വണ്ടി നല്ല വെഹിക്കിളാണ്. ഫുൾ ഷോറൂം സർവീസാണ്, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഡുവൽ കളർ പോലത്തെ ഒരു കേട്ടില്ല ഇതാണല്ലേ? മിററൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകം ചെയ്തതാണ്? ഇല്ല, മിറർ ഇതിനകത്ത് വരുന്നത് തന്നെ. ഓക്കെ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വരുന്ന മോഡലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. മാനുവലാണ് അല്ലേ? മാനുവൽ. പെട്രോൾ. എത്ര ചോദിക്കുന്നത്? നമുക്ക് വരുന്ന 6,40,000. 6,40,000. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ? 100%. എല്ലാ വെഹിക്കിൾസും ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇത് 2019 i20 ആസ്ത CVT ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഷോറൂം സർവീസ്, 42,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഇതും ടോപ്പ് വേരിയൻ്റ് ആണോ? ഏതാണ് ടോപ്പ് വേരിയൻ്റ് അല്ല? ടോപ്പ് വേരിയൻറ്റ് ആസ്ത ഓപ്ഷനിൽ. വണ്ടിക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിൽ വരുന്നത് തന്നെയല്ലേ? എല്ലാം, ഒന്നും അഡീഷണൽ ആഡ് ചെയ്തിട്ടില്ല. മൈലേജ് ഒരു 15 വരെ പോണ്ട. അതൊക്കെ ലോങ് ഡ്രൈവിൽ മാത്രം പ്രതീക്ഷ മതി. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെയാണ്. അതെ, പുഷ് സ്റ്റാർട്ട്. സീറ്റ് കവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലെന്നേ. സീറ്റ് കവർ ചെയ്തില്ല. ടോപ്പ് വേരിയൻ്റ് വെഹിക്കിൾസിനൊന്നും അങ്ങനെ ആരും സീറ്റ് കവർ ചെയ്യാറില്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് വെരി ഫൈനൽ 6,25,000. 6,25,000 രൂപ ലാസ്റ്റ്. പിന്നെ അത് ബാർഗനിങ് ഒന്നുമില്ല? ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇത് 2017 സ്കോഡ റാപ്പിഡാണ്. 62,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, വേറെ യാതൊരു ഇഷ്യൂസും ഇല്ല. ഷോറൂം ഈസ്റ്റർ അവൈലബിൾ ആണ്. ടയേഴ്സ് എല്ലാം ന്യൂ ടയേഴ്സാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല? റീപ്ലേസ്മെൻ്റ് ഇല്ല. മാനുവലാണ്. മാനുവൽ ഡീസൽ. മൈലേജ് നമുക്ക് 20+. അത്രയും കിട്ടും? 20, 22, 24 റേഞ്ചിനുണ്ട്. സിറ്റി ഡ്രൈവ് ആയാലും 20 കിട്ടും. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് പണി. ഇതിന് നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തതല്ല, ജെനുവിൻ. എത്ര ചോദിക്കുന്നത്? നമുക്കിതൊരു ഫൈനൽ റേറ്റ് ഒരു 6,70,000. ഇത് ഇറങ്ങിയപ്പോൾ എന്ത് കാണും? ഇറങ്ങിയപ്പോൾ ഉള്ള നമുക്കൊന്ന് പ്രൈസ് നോക്കേണ്ടി വരും. ഫൈനൽ എത്രയാണെന്ന് വരുന്നത് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 14 to 16 വരും. ആ റേഞ്ച് ഉണ്ട്. ഇത് 2017 ഡീസലാണ്. VD ഓപ്ഷനിൽ വരുന്ന ഡീസൽ വെഹിക്കിളാണ്. ഹൈബ്രിഡ് ആണ് വെഹിക്കിൾ. ഡീസൽ വണ്ടി, 68,000 കിലോമീറ്റർ. സിയാസ് ഡീസൽ ആവുന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ 20-22 മൈലേജ് ആണ്. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് 20+ കിട്ടും. മാനുവലാണ്. വണ്ടിക്കാകെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്നത്? നമുക്കിത് ഫൈനൽ പ്രൈസ് 5,70,000. 5,70,000. ഒരു 50 രൂപയ്ക്കാണ് ഇറക്കാം അല്ലേ? അതോ 50 രൂപ വേണ്ട? ഒന്നും വേണ്ട. ഡൗൺ പേയ്മെൻറ്റ് വേണ്ട. 0 പേയ്മെൻറ്റ് ഇറക്കി. വണ്ടി ഓരോ കാണാൻ കൊള്ളാം, നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് 2011 കേട്ടറാണ്. VX വേരിയൻറ്റിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വെഹിക്കിളാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വന്നിട്ട് 75,000. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. 2 ഡോർ പവർ വിൻഡോ ആണ്.
വണ്ടിക്കകം അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അത് മാന്യമായൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആ രീതി വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 1,35,000 കൊടുക്കാം. 1,35,000 രൂപ. റീപ്ലേസ് ആണ്, കെ സീരീസ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ഫൈനലാണ്. കേട്ടറിനൊന്നും ആ വെഹിക്കിളിനൊന്നും മാർക്കറ്റ് ഇല്ല നോർമലി. 2013 വെർണ പെട്രോളാണ്. SX വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിളാണ്. 1.6 പെട്രോളാണ്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, വെൽ മെയിൻറ്റൈൻ വെഹിക്കിൾ. ഇത് ഡീസലാ പെട്രോൾ? പെട്രോൾ 1.6 പെട്രോൾ. 15 മൈലേജ്. 15-നകത്ത്. 1.6 അല്ലേ? ഹുണ്ടായുടെ വണ്ടിയെല്ലാം ഏകദേശം അത്ര കിട്ടത്തുള്ളൂ. ഹുണ്ടായുടെ അങ്ങനെ ഒരു വലിയൊരു മൈലേജ് ഒന്നും ഹുണ്ടായി പറയുന്നില്ല. ബിൽഡ് ക്വാളിറ്റി അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മുടെ കേട്ടില്ല എങ്ങനെ? ബിൽഡ് ക്വാളിറ്റി അങ്ങനെയുള്ള ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ. 1.6 വേരിയൻ്റ് അല്ലേ? ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടയർ ആവറേജ് അല്ല, 70+ ഉണ്ട്. ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞേ. അങ്ങനെയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്കിതൊരു 3,70,000. SX ആണ്, ടോപ്പ് വേരിയൻ്റ് ആണ്. ഏത് വർഷമായിരുന്നു? 2013 ലാസ്റ്റ് 14. 13 അല്ലേ? അപ്പോൾ എന്തെങ്കിലും കൂടിയൊക്കെ ഒന്ന് കുറച്ചുകൂടി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. കാര്യം വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് പ്രൈസ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. എന്നാലും ഒരു ചെയ്യാം, നമുക്ക് ചെയ്യാം. അത് കുഴപ്പമില്ല. കുറച്ച് ചോദിച്ചാൽ വിളി വരും. അതൊരു ഫൈനൽ പ്രൈസാണ്. പക്ഷേ എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ജീപ്പ് കോമ്പസ് ആണ്. ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾ. ഫുൾ ഷോറൂം സർവീസ് ഉണ്ട്. വേരിയൻറ്റ് ലിമിറ്റഡാണ് വരുന്നത്. ഒറിജിനൽ കേരള. കൊല്ലം രജിസ്ട്രേഷൻ കണ്ടു ഞാൻ, എന്നാലും ഒന്ന് ചോദിച്ചതാ. ഇത് വേരിയൻ്റ് ഏതാ? ലിമിറ്റഡ്. ഡീസലാണ്, മാനുവലാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉള്ള മോഡലാണ്. ജീപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല ലക്ഷറി വണ്ടിയാണല്ലോ. അതിനകത്ത് എന്തായാലും അതുണ്ട് ഇതുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. വണ്ടി ഓരോ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഏതാണ്? റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും? റീപ്ലേസ് ഇല്ല, റീപെയിൻറ്റ് ഉണ്ടാവും. എത്ര ചോദിക്കുന്നത്? 9,70,000. 9,70,000 പറയുമ്പോൾ ഈ വണ്ടി ഇറക്കണേ എത്ര രൂപ വേണ്ടി വരും? എന്തായാലും ഇത്രയും രൂപ നമുക്ക് ലോൺ കിട്ടത്തില്ലല്ലോ. കിട്ടും, ഫുൾ ലോൺ കിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അസഹ്യമായ വെയിൽ, ചൂട് തുടങ്ങിയവ ബാധിച്ച് നമ്മൾ വീഡിയോ ചുരുക്കിയതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. അതിൽ തന്നെ പുള്ളിക്ക് അത്യാവശ്യം നല്ല വണ്ടികൾ കാണിച്ചാൽ മതി എന്നുള്ളൊരു മനസ്സായതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികളാണ് തോനെയും കാണിച്ചത്. ഈ ടൈപ്പ് അത്യാവശ്യം നല്ല പൈസയൊക്കെ ആവുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.